2014 ജൂലൈ 1 വനിതയിൽ വന്ന അഭിമുഖം. ഒരേ പുഴ. 2 കൈവഴികളായി ഒഴുകുന്ന ഒരു പുഴയാണ് ഈ അച്ഛനും മകനും. ചിലയിടങ്ങളിൽ വേർപിരിഞ്ഞ് ഒഴുകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ആ പുഴകൾ ഒന്നാകുന്നു. 2 കൈവഴികളായി ഒഴുകുന്ന ഒരു പുഴയാണ് ഈ അച്ഛനും മകനും. അച്ഛൻ ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിൽ മകൻ സിനിമയുടെ ദേശീയ മുഖമാണ്. പാലക്കാട്, പുതുക്കോട്, മണപ്പാട്, മോലഞ്ചേരി രാജഗോപാൽ എന്ന രാജഗോപാൽ 5 പതിറ്റാണ്ടിലേറെയായി നമ്മോടൊപ്പമുണ്ട്. BJPയുടെ ദേശീയ നേതാവായും രാജ്യസഭാ അംഗമായും കേന്ദ്രമന്ത്രിയായും. അരവിന്ദനും അടൂർ ഗോപാലകൃഷ്ണനും ഉൾപ്പെടുന്ന മലയാള സിനിമയുടെ അഭിമാന ശ്രേണിയിലെ ഒരു കണ്ണിയാണ് ശ്യാമപ്രസാദ്. 3 തവണ ഏറ്റവും മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം അഗ്നിസാക്ഷി, അകലെ, ഒരേ കടൽ എന്നീ സിനിമകൾക്ക് ലഭിച്ചു. അഗ്നിസാക്ഷി, അകലെ, ഇലക്ട്ര, ആർട്ടിസ്റ്റ് എന്നീ സിനിമകളിലൂടെ 4 തവണ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച സംവിധായകനുള്ള പുരസ്കാരവും നേടിയ ശ്യാമപ്രസാദിൻ്റെ പ്രണയം സിനിമയോടാണ്. രാഷ്ട്രീയവും സിനിമയും എന്ന വ്യത്യസ്ത വഴികളിലൂടെയാണ് ഇവരുടെ യാത്ര. എന്നാൽ തിരുവനന്തപുരത്ത് ജവഹർ നഗറിലെ ശിവജി സഫയർ ഫ്ലാറ്റ് സമുച്ചയത്തിലെ 10-ാം നമ്പർ ഫ്ലാറ്റിൽ സ്നേഹസമ്പന്നരായ അച്ഛനും മകനുമാവും. വനിതയ്ക്ക് വേണ്ടി ഒന്നിച്ചുകൂടിയ ഒരു സായാഹ്നത്തിൽ ആ അച്ഛനും മകനും ഒരുമിച്ചിരുന്ന് ജീവിതം പറഞ്ഞു. കർഷക കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള രാജഗോപാലിൻ്റെ യാത്ര. സിനിമയാണ് തൻ്റെ വഴിയെന്ന് ചെറുപ്പത്തിലെ കണ്ടെത്തി അവിടേക്ക് തിരിഞ്ഞ ശ്യാമപ്രസാദ് 2 വഴികളിലൂടെ ഒഴുകി ഒന്നാകുന്ന ജീവിത നദി. പാലക്കാട്ട് നീലകണ്ഠ പണിക്കരുടെയും കുഞ്ഞിക്കാവമ്മയുടെയും മകനാണ് രാജഗോപാൽ. പ്രാഥമിക വിദ്യാഭ്യാസം നേടി കൃഷിപ്പാടത്തേക്ക് പോകുന്ന പതിവായിരുന്നു അവിടെ. രാജഗോപാൽ കർഷകനായിരുന്നെങ്കിലും അച്ഛൻ വീട്ടിൽ പത്രം വരുത്തുമായിരുന്നു. അന്നത്തെ കാലത്ത് അതൊരു അപൂർവമായ സംഭവമായിരുന്നു. എഴുത്തും വായനയും അറിയുന്നവർ തന്നെ വിരളമായിരുന്നു അന്ന് ഞങ്ങളുടെ നാട്ടിൽ. അങ്ങനെയുള്ളപ്പോഴാണ് അച്ഛൻ്റെ വിപ്ലവകരമായ തീരുമാനം. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വാതിലായിരുന്നു, ലോകത്തിലേക്കുള്ള വാതിൽ. ആ വാതിലിലൂടെ ഞാൻ പുതിയൊരു ലോകം കണ്ടെത്തി. പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, വായിക്കാനും എഴുതാനും പഠിച്ചു, ഇനി കൂടുതൽ പഠിച്ചിട്ട് കാര്യമില്ല, പാടത്തേക്ക് പോന്നോളൂ എന്ന്. സ്വാഭാവികമായും ഞാനെന്ന വ്യക്തി ആ പാടത്ത് അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. എനിക്ക് കണക്ക് ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു. എല്ലാ പരീക്ഷകളിലും 100-ൽ 100. എൻ്റെ പഠനം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്നറിഞ്ഞപ്പോൾ എന്നെ കണക്ക് പഠിപ്പിച്ചിരുന്ന അരങ്ങാട്ട് മാധവൻ മാഷ് വീട്ടിലെത്തി അച്ഛനോട് പറഞ്ഞു, ഇവനെ നിങ്ങൾ പഠിപ്പിക്കണം, ഇവൻ മിടുക്കനാകും. ആ ഒറ്റ ഉപദേശമാണ് എന്നെ ഇന്ന് കാണുന്ന ഞാൻ ആക്കിയത്. പഠിക്കുന്ന സമയത്ത് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നല്ലൊരു ഷർട്ട് പോലും ഇല്ലാതെ. കൂട്ടുകാരൊക്കെ നല്ല നിലയിൽ കഴിയുമ്പോൾ ഞാൻ അവരിൽ നിന്നൊക്കെ മാറി നിന്നിട്ടുണ്ട്, ആരും ഒന്നും അറിയാതിരിക്കാൻ. എന്നാൽ അവിടെയും ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതിന് ഒരു സ്കോളർഷിപ്പ് കിട്ടി. 1000 രൂപ, ഇന്നത്തെ 1,00,000 രൂപയ്ക്ക് തുല്യം. ആ പണമാണ് എന്നെ പിടിച്ചു നിർത്തിയത്. ശ്യാമപ്രസാദ്. അതുകൊണ്ടായിരിക്കണം ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുതെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു. അമ്മ അക്കാര്യത്തിൽ നന്നായി ശ്രദ്ധിച്ചു. രാജഗോപാൽ. പഠിക്കുന്ന കാലത്ത് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പഠനശേഷവും എനിക്കുണ്ടായി. വക്കീൽ പരീക്ഷ പാസ്സായി. ഞാൻ 1 വർഷം വെറുതെ നിന്നു, എൻറോൾ ചെയ്യാൻ പണമില്ലാതെ. വീട്ടിൽ പോയി കൃഷിപ്പണി ചെയ്യേണ്ട അവസ്ഥ. എന്തിനാണ് കഷ്ടപ്പെട്ട് ഇത്രയും പഠിച്ചതെന്ന് പോലും തോന്നിപ്പോയി. ഞാൻ അപ്പോഴും വിഷമിച്ചില്ല. വേറൊരു ജോലിക്ക് പോയി. 1 വർഷം കഴിഞ്ഞപ്പോൾ കുറേ പണം കയ്യിൽ വന്നു. അതുകൊണ്ട് എൻറോൾ ചെയ്ത വക്കീലായി. നിയമപഠന കാലത്ത് തന്നെയായിരുന്നു വിവാഹം. ഭാര്യ ശാന്ത ഡോക്ടറാണ്. സ്വാമി വിവേകാനന്ദനോടുള്ള ആരാധന കൊണ്ട് മൂത്ത മകന് വിവേകാനന്ദൻ എന്ന് പേരിട്ടു. ജനസംഘത്തിന്റെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയോടുള്ള ആദരവ് കൊണ്ട് ഇളയ മകന് ശ്യാമപ്രസാദ് എന്നും, മൂത്ത മകനെ ബാബു എന്നാണ് രാജഗോപാൽ വിളിക്കുന്നത്. ശ്യാമപ്രസാദിനെ തമ്പി എന്നും. മക്കൾ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്നില്ലെന്ന് പലരും ചോദിക്കാറുണ്ട്. മക്കൾക്ക് താല്പര്യമില്ലെന്നേ അവരോടൊക്കെ രാജഗോപാൽ മറുപടി പറയൂ. എന്നാൽ അതിലും ഉപരിയാണ് കാരണങ്ങൾ. രാജഗോപാൽ. മൂത്ത മകൻ നേരത്തെ തന്നെ ജോലി നേടി. ഇളയ മകന് കലാപ്രവർത്തനങ്ങളോടായിരുന്നു താല്പര്യം. അതുകൊണ്ട് 2 പേരും എൻ്റെ വഴിയെ വന്നില്ല. മാത്രമല്ല, ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകന്റെ കുടുംബം നേരിടുന്ന പ്രശ്നങ്ങൾ അവർ നന്നായി അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാവണം അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തോട് വലിയ താല്പര്യം തോന്നാത്തത്. ഓരോരുത്തർക്കും അവരവരുടെ വഴി തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കണം. എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ അതാണ് ചെയ്തത്. ശ്യാമപ്രസാദ്. ചേട്ടന് നേരത്തെ ജോലി കിട്ടിയത് എനിക്ക് അനുഗ്രഹമായി. അതുകൊണ്ട് ഒന്നിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല. എൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ സാവകാശം ലഭിച്ചു. പഠിക്കാൻ ശരാശരിക്കാരനായിരുന്നു ഞാൻ.
ചേട്ടൻ നന്നായി പഠിക്കും. മാത്രമല്ല എന്നെപ്പോലെ ബഹളക്കാരനുമല്ല. ഞാൻ അന്നേ നാടകങ്ങളുടെ പിറകെയായിരുന്നു. 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നാടകം സംഘടിപ്പിക്കുമായിരുന്നു. എഴുത്തും സംവിധാനവും അഭിനയവുമൊക്കെ ഞാൻ തന്നെ. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടിക്കറ്റ് വെച്ച് നാടകം നടത്തി. വീടിനടുത്തുള്ള കല്യാണ മണ്ഡപത്തിൽ വെച്ചായിരുന്നു പരിപാടി. രാജഗോപാൽ: കുട്ടിക്കാലത്ത് ജാതകം പരിശോധിച്ച ഒരു ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു, എൻ്റെ ജീവിതത്തെ നിർണായകമായി സ്വാധീനിക്കുന്നത് ഒരു സ്ത്രീയായിരിക്കുമെന്ന്. ഞാൻ അമ്മയ്ക്ക് മാതാ അമൃതാനന്ദമയി ശിഷ്യപ്പെട്ടതോടെ അത് ശരിയാണെന്ന് കാലം തെളിയിച്ചു. എൻ്റെ മാത്രമല്ല, മക്കളുടെ ജാതകം എഴുതിയപ്പോഴും പറഞ്ഞിരുന്നു 2ാമത്തെ മകൻ പ്രശസ്തനാവുമെന്ന്. അതും സത്യമായി. കുട്ടിക്കാലത്ത് ശ്യാം നന്നായി പാടുമായിരുന്നു. ഫിഡിൽ വായിക്കും. ഒരിക്കൽ ഇവൻ പാടുന്നത് കേട്ട ഒരു അഖിലേന്ത്യാ നേതാവ് എന്നോട് പറഞ്ഞു, കുട്ടിയെ സംഗീതം പഠിപ്പിക്കണം. കലാരംഗമാണ് ശ്യാമിൻ്റെ തട്ടകമെന്ന് അന്നേ തോന്നിയിരുന്നു. പക്ഷേ ഇങ്ങനെ നാടകം കളിച്ച് നടന്നാൽ ജീവിക്കാൻ കഴിയുമോ എന്നൊരാശങ്ക എനിക്കുണ്ടായിരുന്നു. ആയിടയ്ക്കാണ് തൃശ്ശൂരിൽ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങുന്ന വിവരം അറിഞ്ഞത്. നാടകമാണ് മുഖ്യ വിഷയം. അവിടെ പഠിക്കണമെന്ന് ശ്യാമിന് താല്പര്യം തോന്നി. ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു അവൻ്റെ വഴികളായിരുന്നു ശരിയെന്ന്. ശ്യാമപ്രസാദ്: എൻ്റെ എല്ലാ സിനിമകളും അച്ഛൻ കണ്ടിട്ടില്ല. കണ്ടാൽ തന്നെ വലിയ അഭിനന്ദനവും പ്രോത്സാഹനവും ഒന്നും പറയുകയുമില്ല. പക്ഷേ ആ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും സിനിമ ഇഷ്ടമായെന്ന്. അച്ഛൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വെച്ച് എൻ്റെ സിനിമകൾ വിലയിരുത്താനും ആരോപണങ്ങൾ ഉന്നയിക്കാനും ഒക്കെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അഗ്നിസാക്ഷി റിലീസ് ചെയ്തപ്പോഴായിരുന്നു വലിയ ബഹളം. അതിലൊന്നും ഒരു കഴമ്പുമില്ലാത്തത് കൊണ്ട് വിവാദമെല്ലാം പെട്ടെന്ന് കെട്ടടങ്ങി. പ്രണയവിവാഹമായിരുന്നു രണ്ടുപേരുടെയും. പക്ഷേ രാജഗോപാലിൻ്റെ പ്രണയം പൂവണിയാൻ അമ്മ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരുടെ അനിഷ്ടം സമ്പാദിക്കേണ്ടി വന്നു. എന്നാൽ അങ്ങനെയൊരു അവസ്ഥ തൻ്റെ മകന് ഉണ്ടാകരുതെന്ന് രാജഗോപാലിന് നിർബന്ധമുണ്ടായിരുന്നു. രാജഗോപാൽ: ഞാൻ നിയമത്തിന് പഠിക്കുമ്പോഴാണ് ശാന്തയെ കാണുന്നത്. ശാന്ത അന്ന് മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. എൻ്റെ ഒരു ബന്ധു കൂടിയായിരുന്നു അവർ. ഒരു പ്രത്യേക ഘട്ടത്തിൽ അവരുടെ സുരക്ഷാ കാര്യങ്ങൾ എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ആ അടുപ്പമാണ് പ്രണയമായത്. വീട്ടിൽ അടുത്ത ബന്ധുക്കൾക്കൊന്നും ആ ബന്ധം ഇഷ്ടമായില്ല. അന്ന് വിവാഹ മാർക്കറ്റിൽ വക്കീലന്മാർക്ക് നല്ല ഡിമാൻഡായിരുന്നു. അതാവണം പ്രധാന കാരണം. എന്നാൽ സ്ത്രീധനമില്ലാത്ത വിവാഹം എന്നതിൽ ഉറച്ചു നിന്നു. പഴനിയിൽ വെച്ച് ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹം. ശ്യാമപ്രസാദ്: ഈ അനുഭവങ്ങൾ കാരണമാവും ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എതിരൊന്നും പറയാത്തത്. ദൂരദർശനിൽ ഒപ്പം ജോലി ചെയ്ത ഷീബയെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അച്ഛനും അമ്മയും സഹോദരങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നാറുണ്ട് ഞാനും അച്ഛനും തമ്മിലുള്ള സമാനതകളിലൊന്ന് ഞങ്ങളുടെ പ്രണയ വിവാഹമാണെന്ന്. SBTയിൽ ഉദ്യോഗസ്ഥയാണ് ശ്യാമപ്രസാദിൻ്റെ ഭാര്യ ഷീബ. മകൻ വിഷ്ണു മുംബൈയിൽ ഒരു സിനിമാ നിർമ്മാണ കമ്പനിയിൽ. മകൾ ശിവകാമി വിദ്യാർത്ഥിനിയാണ്. രാജഗോപാൽ: ഭാര്യയ്ക്ക് ജോലിയുണ്ട് എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. പൊതുപ്രവർത്തനത്തിന് വേണ്ടി എനിക്ക് എല്ലാം മറന്നു നീങ്ങാം. കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും കാര്യം അവളുടെ കൈകളിൽ ഭദ്രമായിരുന്നു. അവരൊരു സർക്കാർ ഡോക്ടർ ആയിരുന്നതുകൊണ്ടും എനിക്ക് എല്ലാവിധ പിന്തുണയും തന്നതുകൊണ്ടും ആണ് ഈ സ്ഥാനങ്ങളിലൊക്കെ എത്താൻ സാധിച്ചത്. ശ്യാമപ്രസാദ്: പക്ഷേ അച്ഛൻ്റെ അസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. അച്ഛൻ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനാണെന്ന് ഞങ്ങൾക്കറിയാം. അച്ഛനൊരു നേതാവാണ്. മക്കളുടെ മാത്രമല്ല നാട്ടുകാരുടെയും നാടിൻ്റെയും ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ് തുടങ്ങിയ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. ആ പരിഗണന ഞങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും കിട്ടിയിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിൽ സംതൃപ്തനാണെന്ന് പറയുമ്പോഴും കുടുംബജീവിതത്തിൽ തനിക്ക് വ്യസനമുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ചു. രാജഗോപാൽ: പ്രത്യേകിച്ചും ഭാര്യയുടെ കാര്യത്തിൽ. ശ്യാമപ്രസാദ്: അച്ഛൻ്റെ അസാന്നിധ്യം ഞങ്ങളെ ഞെട്ടിച്ച 1-2 സംഭവങ്ങളുണ്ട്. അതിലൊന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് അച്ഛനെ അന്വേഷിച്ച് പോലീസുകാർ വീട്ടിൽ വന്നതാണ്. അർദ്ധരാത്രി അച്ഛൻ വീട്ടിലില്ലെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല. അവർ അമ്മയെ തള്ളിമാറ്റി വീട് മുഴുവൻ പരിശോധിച്ചു. സാധനങ്ങൾ തട്ടിമറിച്ചു. ഞങ്ങൾ 2 കുട്ടികളും അമ്മയും മാത്രമാണ് വീട്ടിൽ. വല്ലാതെ പേടിപ്പിച്ചിട്ടാണ് അവർ പോയത്. ആ സംഭവം അമ്മയ്ക്ക് വല്ലാത്ത ഷോക്കായി. ജീവിതാവസാനം വരെ അത് അമ്മയെ വേട്ടയാടിയിരുന്നു. ഒരു മഴക്കാലത്താണ് മറ്റൊരനുഭവം. അതും അർദ്ധരാത്രിയിൽ. കോരിച്ചെരിയുന്ന മഴയിൽ ഞങ്ങളുടെ വീടിന് മുകളിലേക്ക് ഒരു മരം വീണു. ഓടിട്ട പഴയ വീടാണ്. വീടിൻ്റെ ഒരു ഭാഗം തകർന്നു. വൈദ്യുതിയില്ല, ഫോണില്ല. മഴവെള്ളം വീടിനകത്തേക്ക് കുത്തിയൊലിച്ചു. ഞങ്ങൾ അമ്മയും 2 മക്കളും മാത്രം. തണുത്തു വിറച്ചിരുന്നു. പിറ്റേന്ന് നേരം പുലർന്ന് കാണാൻ കഴിയില്ല.
പിറ്റേന്ന് നേരം പുലർന്ന് കാണാൻ കഴിയില്ല എന്ന് തന്നെ ഞങ്ങൾ കരുതി. ഈ സംഭവവും അമ്മയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. രാജഗോപാൽ: അടിയന്തരാവസ്ഥ കാലത്ത് ഒട്ടും മാന്യതയില്ലാതെയാണ് പോലീസ് പെരുമാറിയിരുന്നത്. പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന എല്ലാ നേതാക്കൾക്കും ഉണ്ടായിട്ടുണ്ട് ഇത്തരം അനുഭവങ്ങൾ. ശ്യാമപ്രസാദ്: എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അച്ഛൻ ഞങ്ങൾക്ക് റോൾ മോഡൽ തന്നെയായിരുന്നു. അത് അച്ഛൻ്റെ സ്നേഹം കൊണ്ട് മാത്രമല്ല, സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത കൊണ്ടുകൂടിയാണ്. രാജഗോപാലിൻ്റെ ഓരോ വാക്കിലും സന്യാസത്തിൻ്റെ വെളിച്ചമുണ്ട്. ആ പ്രകാശം തനിക്ക് കിട്ടിയത് മാതാ അമൃതാനന്ദമയിയുടെ ശിഷ്യത്വത്തിൽ നിന്നാണെന്ന് അദ്ദേഹം പറയുന്നു. രാജഗോപാൽ: നമ്മുടെ ആത്മീയത ശക്തിപ്പെടുന്നതിനെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ആശ്രമത്തിനെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ. ആത്മീയ നേതാക്കൾക്കെതിരായ ഇത്തരം ആരോപണങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദനെതിരെയും ശ്രീരാമകൃഷ്ണ പരമഹംസന് എതിരെയും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. വിദേശത്ത് കൂലി എഴുത്തുകാർ ധാരാളമുണ്ട്. ഗോസ്റ്റ് റൈറ്റേഴ്സ്. നിങ്ങൾ വിഷയം പറഞ്ഞു കൊടുത്താൽ മതി. പൊടിപ്പും തൊങ്ങലും വെച്ച് അവർ എഴുതും. അങ്ങനെയൊക്കെ വരുന്ന പുസ്തകങ്ങളാണ് ഇവയെല്ലാം. ചിങ്ങത്തിലെ തിരുവോണമാണ് രാജഗോപാലിൻ്റെ ജന്മദിനം. കുടുംബത്തിൽ ഭാഗ്യം കൊണ്ടുവരുന്ന ആൾക്കാരാണ് തിരുവോണം നാളുകാർ എന്നാണ് കരുതുന്നത്. രാജഗോപാലിൻ്റെ കാര്യത്തിൽ അത് ശരിയാണ് താനും. ഗവർണർ പദവിയാണോ കേന്ദ്രമന്ത്രി പദമാണോ ഇനി തേടി വരുന്നതെന്ന് ചോദിച്ചപ്പോൾ രാജഗോപാൽ സൗമ്യമായി ചിരിച്ചു. രാജഗോപാൽ: വാനപ്രസ്ഥമാണ്, സന്യാസമാണ് പ്രിയം. എങ്കിലും പാർട്ടി പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. അതല്ലാതെ ഒന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല. മണപ്പാടത്തെ വയലുകളിൽ തീരേണ്ട ജീവിതമായിരുന്നു എൻ്റേത്. അത് ഇതുവരെയായി. അമ്മയോട് നന്ദിയുണ്ട്, ഗുരുവിനോട് നന്ദിയുണ്ട്, കുടുംബത്തോടുണ്ട്, പാർട്ടിയോടുണ്ട്. വി ആർ ജ്യോതിഷ്. ഫോട്ടോ ഹരികൃഷ്ണൻ.